പത്തിരികൾക്കും ഇടിയപ്പത്തിക്കും ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഗ്രീൻ പീസ് കറിയാണിത്. തലേദിവസം രാത്രി ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ അത് കഴുകി കഴിഞ്ഞിട്ട് നേരെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള, തക്കാളി, അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പൊടികളായിട്ട് കറി മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പെരിഞ്ജീരകത്തിന്റെ പൊടി ഇത്രയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കഴിഞ്ഞിട്ട് ഇത് നമുക്ക് വേവിക്കാൻ വെക്കാം. ഇതിൽ നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടില്ല, കുരുമുളക് പൊടിയും പച്ചമുളകുമാണ് എരിവിന് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ലോ ഫ്ലെയിമിൽ ഇത് വേവിക്കാൻ വെക്കാം. വിസിൽ വന്നു കഴിയുമ്പോൾ ഓഫ് ചെയ്യാം. അപ്പൊ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വിസിലൊന്ന് പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. അപ്പൊ എല്ലാം അവിടെ വെന്തിട്ടുണ്ട്. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്ത് ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് നേരെ അതിനകത്തേക്ക് തട്ടിക്കൊടുക്കുക. ഗ്രീൻ പീസ് ഭയങ്കരമായിട്ട് വെന്തോടെയാണ്ട് ഇതുപോലെ കടിക്കുന്ന പരുവത്തിന് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടാ. എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഉപ്പ് പോരാന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. ഇതിലെ തേങ്ങാപ്പാൽ വെള്ളം പോലെ തോന്നണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പൗഡർ കലക്കിയിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അത് ചൂടാവുമ്പോൾ കട്ടി വരും കേട്ടാ. ഈ രീതിയിലൊന്ന് തിളച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത്രേ ഉള്ളൂ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഓക്കെ.